കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സംവിധായകർ പിടിയിലായിരിക്കുകയാണ്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയുമാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത്. എക്സൈസ് നടത്തിയ പരിശോധനയിൽ 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് സമ്മതിച്ചതായി എക്സൈസ്. സമീർ താഹിറിനെ ഉടൻ വിളിപ്പിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. ഒരു ഇൻഫർമേഷൻ കിട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവ ഗ്രാൻഡ് ബേ എന്ന് പറഞ്ഞ മറ്റേ ഫ്ലാറ്റിൽ ഇവനിങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ അവരിങ്ങനെ ഗഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് വെച്ചാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ പ്രകാരമായിട്ട് സ്ക്വാഡിലെ പ്രമോദും പാർട്ടിയും അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടെ 3 പേരുണ്ടായിരുന്നു. ഒന്ന് മുഹമ്മദ് അഷ്റഫും ഖാലിദ് റഹ്മാനും പിന്നെ ഷാലി മുഹമ്മദും. അവരുടെ ഇന്നൊരു 1.63 ഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാണ് കിട്ടിയിട്ട്. ഹൈബ്രിഡ് അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ആലപ്പുഴ ഹൈബ്രിഡ് ഗഞ്ചാവ് കേസുമായിട്ട് ഇതിൻ്റെ ഒരു കണക്ഷന് സാധ്യതയില്ല, എന്നാലും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സംവിധായകരെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ആലപ്പുഴ ജിംഖാന അടക്കമുള്ള തല്ലുമാല അടക്കമുള്ള സിനിമകളുടെ സംവിധായകനാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടൽ വരുന്നത്. സിനിമയിൽ കഞ്ചാവ് ഉപയോഗം, ഇതുപോലെ ലഹരി ഉപയോഗമൊക്കെ പതിവാണെന്ന വാർത്തകൾ വരുമ്പോഴും ഇത്ര പ്രമുഖരായ സംവിധായകരൊക്കെ ഈ രീതിയിൽ പിടികൂടപ്പെടുന്നത് അത് ഒരു അസാധാരണമായ സംഭവം തന്നെയാണ്. ഏതായാലും പോലീസ്, എക്സൈസ് ഈ പരിശോധനകൾ വളരെ കർശനമാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി കൂടി ഈ കേസിനെ കാണണമെന്ന് തോന്നുന്നു, അല്ലേ സഹിൻ? തീർച്ചയായിട്ടും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് എക്സൈസ് പരിശോധന ആരംഭിച്ചത്. ഖാലിദ് റഹ്മാനും ഒപ്പം തന്നെ അഷ്റഫ് ഹംസയും താമസിക്കുന്ന മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിലായിരുന്നു പരിശോധന. മറൈൻ ഡ്രൈവിലെ പുറവങ്കര എന്ന് പറയുന്ന ഫ്ളാറ്റിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അതുതന്നെ സമീറിൻ്റെ, അതായത് സംവിധായകൻ സമീറുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റാണിതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളുടെ ഫ്ളാറ്റിൽ ഇവർ താമസിക്കുകയായിരുന്നു. ആ ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയത്. ഒപ്പം തന്നെ ഈ ഷാലിസ് അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇയാൾ സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആൾ കൂടിയാണ്. ഇവർ 3 പേരും ചേർന്നുകൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവ്, യഥാർത്ഥത്തിൽ ഇത് വലിയ ലഹരി മരുന്നാണ്, അതായത് ഏറ്റവും നൂതനമായ ലഹരി മരുന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ കഞ്ചാവ് 1 കിലോയിൽ താഴെ പിടികൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായും സ്റ്റേഷൻ ജാമ്യത്തിന് അവരെ വിട്ടയക്കാം. അതുകൊണ്ടാണ് ജാമ്യം ലഭിച്ചത്. ഇപ്പോഴും ഹൈബ്രിഡ് കഞ്ചാവ് രാസലഹരിയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇത് വലിയ രാസലഹരിയാണ്. പ്രത്യേകിച്ചും MDMA, ഒപ്പം തന്നെ LSD സ്റ്റാമ്പ്, കൂടാതെ കൊക്കൈൻ തുടങ്ങിയ രാസലഹരികളുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഇതിപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് രാസലഹരിയിൽ പെട്ടിട്ടില്ല. പ്രത്യേകിച്ചും ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. തായ്ലൻഡ്, ഹോങ്കോങ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവിധായകർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതിൻ്റെ കാര്യം കൂടി ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കായിരിക്കും ഈ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുക. രാത്രി 11 മണിയോടുകൂടി ഫ്ളാറ്റിലെത്തുന്നു. ഉദ്യോഗസ്ഥർ ആ ഫ്ളാറ്റിനകത്ത് പ്രവേശിക്കുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിയുന്നത് അവർ സംവിധായകർ ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. ഇത് വലിക്കുന്നതിന് വേണ്ടിയുള്ള ഹുക്ക, കൂടാതെ ഈ കഞ്ചാവ് ക്രഷ് ചെയ്ത് കളയുന്നതിന് വേണ്ടി, അത് ക്രഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു ഉപകരണങ്ങൾ, സ്റ്റാമ്പ്, ഇത് റോൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പേപ്പർ, ഇതെല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഉദ്യോഗസ്ഥരെത്തുകയും ഇവർ പിടിയിലാകുകയും ചെയ്തത്. കൂടാതെ ഈ സംവിധായകരെ പിന്നീട് 5:20 സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ ഈ സംവിധായകർക്കെതിരെ ഇപ്പോൾ ഫെഫ്കയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഫെഫ്ക അവരുടെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നതാണ്, ലഹരി ഉപയോഗിക്കുന്ന ആരെയും ഈ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെഫ്കയിൽ നിർത്തില്ല എന്നുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ ഇപ്പോൾ ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ കേസന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് അത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഇവരെ തിരികെ
സംഘടനയിൽ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമാകുക. എന്തായാലും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തല്ലുമാല, ഒപ്പം തന്നെ ഉണ്ട തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പടം ആലപ്പുഴ ജിംഖാന അടക്കമുള്ള പടങ്ങളിൽ യുവാക്കളുടെ അടക്കം മനം കവർന്ന 2 സംവിധായകരാണ്. അവരാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ വലിയ പങ്കുവഹിക്കുന്നുവെന്ന് പുറം സമൂഹത്തെ വിശ്വസിപ്പിക്കുകയും എന്നാൽ ഇത്തരത്തിൽ ലഹരിയുമായി പിടിയിലാകുകയും ചെയ്തത്. ഇത് വലിയ തെറ്റായ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് കൊടുക്കുക. പ്രത്യേകിച്ചും നമ്മുടെ നാട് രാസലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ 2 സംവിധായകർ പിടിയിലാവുന്നത്. തീർച്ചയായും വലിയ പ്രതിഭകളായിട്ടുള്ള സംവിധായകരാണ്. അവരെയൊക്കെ തിരിച്ച് കലാജീവിതത്തിലേക്ക്, തിരിച്ചുള്ള നോർമൽ ലൈഫിലേക്ക് സത്യം പറഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരേണ്ടുന്ന ആളുകൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് തീർച്ചയായും ഒരു കറക്ഷൻ പ്രോസസ്സ് തന്നെയാണ് ആവശ്യം എന്ന് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. എന്തായാലും സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ഇതിൽ സമീർ താഹിറിനുള്ള പങ്ക് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് അറിവുണ്ടോ ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗം സംബന്ധിച്ച്? എന്താണ് മനസ്സിലാക്കുന്നത് സഹിൻ? ലക്ഷ്മി, സമീർ താഹിറിനെ വിളിച്ചു വരുത്തും. സമീർ താഹിറിന് നോട്ടീസ് നൽകുമെന്ന് തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം NDPS കേസ് അനുസരിച്ച് ഏത് സ്ഥലത്ത് വെച്ചാണോ ഇത് പിടിയിലാകുന്നത് ആ സ്ഥലത്തിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തേണ്ടതുണ്ട്. അയാൾക്ക് നോട്ടീസ് നൽകേണ്ടതുണ്ട്. അയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒടുവിൽ അയാളുടെ പങ്ക് കണ്ടെത്തിയാൽ അയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇതിൽ സമീർ താഹിറിനെയും ഇത്തരത്തിൽ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവിക നടപടിക്ക് അപ്പുറം ഇത് ഹൈബ്രിഡ് കഞ്ചാവാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കേസുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇതിനുണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനകൾ ശക്തമാക്കാൻ തീരുമാനിക്കുമ്പോൾ ഇത്തരം അറസ്റ്റിലേക്ക് പോലീസ് എക്സൈസ് നീങ്ങേണ്ടി വരുമ്പോൾ കൂടുതൽ ആളുകളുടെ ഇടപെടലുകൾ സംബന്ധിച്ച് എക്സൈസിന് പരിശോധന നടത്തേണ്ടതുണ്ട്. ലക്ഷ്മി, തീർച്ചയായും കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. നിരവധി പേരിലേക്ക് ഒരുപക്ഷെ അന്വേഷണം എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകരാണിപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ പ്രത്യേകത. കാരണം സമൂഹം ഒരുപക്ഷെ മാതൃകയാക്കിയേക്കാവുന്ന യുവാക്കളാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൻ്റെ പ്രാധാന്യവും കൂടുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത് ഇപ്പോൾ.